Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 4 സബ്ജക്ട്സിന്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. സോ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ നമ്മുടെ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 5th സെമസ്റ്ററിലെ 5 പേപ്പേഴ്സിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ 5-6 പേപ്പേഴ്സിൽ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് FM നല്ല ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. ദെൻ പാർട്ട് എയിലത്തെ 2 മാർക്സിന്റെ ചോദ്യങ്ങൾ ഒരുപാട് ഇൻഡയറക്റ്റ് മോഡ് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ B പാർട്ട് ആണെങ്കിലും SAക്ക് ആണെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഇടാം. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പോൾ എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ മനസ്സിൽ വെച്ചോ ഇൻഡയറക്റ്റ് മോഡുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. എന്നാലും ഇതുവരെയുള്ള നമ്മുടെ പാറ്റേണിൻ്റെ ബേസിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. SA ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരെ എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ 5 മൊഡ്യൂളാണ് വരുന്നത്. ഫസ്റ്റ് ബേസിക്സ് ആണ്, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ നൽകുന്നത് സ്റ്റഡി മെറ്റീരിയൽ ബേസിലാണെങ്കിലും നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റഡി മെറ്റീരിയൽ അത്രയ്ക്ക് ഓക്കെ അല്ല, എന്തായാലും നമ്പർ ഓഫ് പ്രോബ്ലംസ് ഒക്കെ കുറവാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്, പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇതാണ് 5 മൊഡ്യൂൾ വരുന്നത്. നമുക്ക് 2 മാർക്സിൻ്റെ 15 ചോദ്യങ്ങളിൽ മിനിമം ഒരു 2 പ്രോബ്ലംസ് എങ്കിലും കാണുന്നുണ്ട്. അത് ലിവറേജിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലത്തെ ഏതെങ്കിലും ഒരു പ്രോബ്ലം, കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതോ, അങ്ങനെ ചെറിയ 1-2 പ്രോബ്ലംസ് വരുന്നുണ്ട്. ബാക്കി 13 തിയറി ചോദ്യങ്ങളാണ്. പാർട്ട് ബിയിലാണെങ്കിൽ ടോട്ടല് 8 ചോദ്യങ്ങളിൽ ഇപ്പോൾ 4 പ്രോബ്ലംസും 4 തിയറി ചോദ്യങ്ങൾ അങ്ങനെ ആവാൻ വരാം. ഒരു പ്രാവശ്യം 5 തിയറി 3 പ്രോബ്ലം വരെ ഇട്ടിട്ടുണ്ട്. എന്തായാലും 4 പ്രോബ്ലംസും 4 തിയറിയാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടുവരുന്നത്. SAക്ക് ആണെങ്കിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസിൻ്റെ കൂടെ തിയറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. പ്രോബ്ലംസിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കാരണം പ്രോബ്ലം അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ SA വരുന്ന ഏരിയാസ് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 2 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ NPV IRR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള NPV പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് SA കമ്പൽസറി ആയിട്ട് നമുക്ക് ഒരെണ്ണം കണ്ടുവരുന്നത് പ്രോബ്ലം. പിന്നെ പ്രോബ്ലം വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ലാസ്റ്റ് മൊഡ്യൂളിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് കണ്ടുപിടിക്കാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അപ്പോൾ ഇതിൽ നിന്നാണ് പിന്നെ ഒരു SA വരുന്നത്. അതുപോലെ തന്നെ SA ഇടുന്നുണ്ട് ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു SA. ആവാം, വാട്ടേഴ്സ് മോഡൽ ചിലപ്പോൾ 5 മാർക്കിലേക്കാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഡിവിഡൻഡിനും അത് ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം വരുന്ന SA ടോപ്പിക്സ് ഇപ്പോൾ ലാസ്റ്റ് 2-3-4 വർഷങ്ങളായിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നിന്ന് ഒരെണ്ണം, വർക്കിംഗ് ക്യാപിറ്റലോ ഡിവിഡൻഡിലോ ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ തിയറിയാണ്. തിയറി കണ്ടുവരുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബേസിക്സ്, ഇപ്പോൾ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ എടുത്ത് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, അങ്ങനത്തെ ബേസിക് തിയറിയുടെ ഒരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു തിയറി ടോപ്പിക്കാണ് പിന്നെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ
തിയറിക്ക് വേണ്ടിയിട്ട് ഉള്ള ഏരിയാസ് ഞാൻ പറഞ്ഞു, പ്രോബ്ലംസിനുള്ള 4 ഉണ്ടല്ലോ ഉള്ള ഏരിയാസ് പറഞ്ഞു. ഇത് ഇങ്ങനെയാണ് നമുക്ക് എസ് പാർട്ട് വരുന്നത്. ഇനി ഇതിനെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം? ഒരു കാരണവശാലും മോഡലിൽ പഠിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുക ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക്സ് പഠിക്കുക, തിയറി. അതിൽ ടൈം വാല്യൂ ഓഫ് മണി ഉണ്ട്, അത് അവിടെ വയ്ക്കുക. ആ ബേസിക് തിയറി വരെ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഫിനാൻസിങ് ഡിസിഷനിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, അതിനുശേഷം ലിവറേജ് പഠിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലോട്ട് കിടക്കുക. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ, ഫൈനലി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കുറച്ച് ലെങ്തിയാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഒന്ന്, പിന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ അവസാനം നോക്കുക. പിന്നെ വർക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലോട്ട് പോകുക, ഡിവിഡൻഡ്, വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് തിയറി പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം പ്രശ്നമില്ല. ലാസ്റ്റ് മാത്രം ടൈം വാല്യൂ ഓഫ് മണി നോക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജിന്റെ പ്രത്യേകത 2 മാർക്കിലും 5 മാർക്കിലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്, റിപ്പീറ്റ്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ലഭിക്കും. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് കിടന്നാൽ മതി. അപ്പം ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ നമ്പർ 1, 2 മാർക്സിന്റെ ഒരു ചോദ്യമോ 2 ചോദ്യം വരെ വരും. 5 മാർക്കിന്റെ ഒരു തിയറി ചോദ്യം, എസ്സേക്കും ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒരു 20 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. ഓക്കെ, അപ്പോൾ അതിലാദ്യം എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളതിന്റെ തിയറി നോക്കാം. FM എന്താണെന്നുള്ളത് ചോദിക്കാം. അതിനുശേഷം ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കാം 2 മാർക്സിൻ്റെ. പിന്നെ ഇതിൽ രണ്ട് ടീമുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം കേട്ടോ. എന്നിട്ട് മുമ്പ് പറയാനുള്ളത് 2 ടീമുകൾ, വെൽത്ത് മാക്സിമം, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിക്കുക. സ്കോപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതാണ് എസ്സേക്ക് പലപ്പോഴും കണ്ടുവരുന്നത്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം. നിർബന്ധമായും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ അത് 5 മാർക്കിലേക്കും എടുത്തിടാം. ഫങ്ഷൻസ്, ഓക്കെ. ഈ 3 ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസിങ്, ഡിവിഡൻഡ്, ഇതാണ് നമ്മൾ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുക. എസ്സേക്കും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. FMന്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഇത് 3ഉം പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിൽ നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ട ടീമുകളാണ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? അതിലുണ്ട് വെൽത്ത്, അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്താണെന്നുള്ളത് പല പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു ഏരിയ. പിന്നെ ക്യാപിറ്റലൈസേഷൻ എന്താണ്? ക്യാപിറ്റലൈസേഷൻ, അതിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്? അങ്ങനെയുള്ള ടീമുകൾ തിയറിയിൽ ചോദിക്കാറുള്ളതാണ്. ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്താണ്? അപ്പോൾ ഒക്കെ തിയറിയിൽ നമുക്ക് ആദ്യം വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ബേസിക് തിയറി കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഈ 3 ഡിസിഷൻസ് സെപ്പറേറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ്? ഫിനാൻസിങ് ഡിസിഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്? അതൊക്കെ നോക്കണം കേട്ടോ. ഇതൊക്കെ 2 മാർക്സ് ചോദ്യങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം. ഇനി ടൈം വാല്യൂ ഓഫ് മണി ആണ്. ഇതിൽ നിന്ന് സാധാരണ വരുന്നത് ഒരു പ്രോബ്ലം ഇടുന്നുണ്ട് 2 മാർക്കിന്റെ. ഇപ്പൊ ടൈം ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനാണോ, അല്ലെങ്കിൽ ടൈം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം 2 മാർക്സിന്റെ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്യൂച്ചർ വാല്യൂ എന്താണ്, ടൈം വാല്യൂ എന്താണെന്നുള്ളൊരു തിയറി ചോദ്യവും വരാം. അപ്പോൾ ഇതിന്റെ ഒരു 2 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം ആയിട്ട്, അല്ലെങ്കിൽ ഇതെന്താണെന്ന്, ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ എന്താണെന്നുള്ളത് ആയിരിക്കും പിന്നെ ചോദിക്കുക. ദെൻ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞുള്ള ഒരു തിയറിയാണ്. അതിൽ റിസ്ക് ഫ്രീ മാർക്കറ്റ്, റിസ്ക് ഫ്രീ റേറ്റ് എന്താണെന്ന് 2 മാർക്കിന്റെ തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിസ്ക് ഫ്രീ റേറ്റ് എന്താണ്? പക്ഷേ ഇതിന്റെ എക്സ്പ്ലനേഷൻ സ്റ്റഡി മെറ്റീരിയൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് മറ്റേ ബുക്കിൽ കാണാൻ പറ്റും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. ഞാൻ പറഞ്ഞു ഇത് 20 മാർക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്. എസ്സേ 2 മാർക്സിന്റെ 2ഓ 3ഓ വരെ വരാം. 5 മാർക്കിന്റെ ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ മിനിമം 20 മാർക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ തിയറി എസ്സേ ആയിട്ട് വരുന്ന ഒരു
ചാപ്റ്ററാണ് കേട്ടോ. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഞാൻ പറഞ്ഞു 3 പാർട്ടിലും ചോദ്യങ്ങൾ വരും. എസ് ഉണ്ടാവും, 2 മാർക്സ് ഉണ്ടായിരിക്കും, 5 മാർക്സ് ഉണ്ടായിരിക്കും. 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ്, അതിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം നിർബന്ധമായും പഠിക്കണം. പിന്നെ നെക്സ്റ്റ് ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സാണ്. തിയറിക്ക് പഠിച്ചോളൂ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് 5 മാർക്കിൻ്റെ വരാം. പിന്നെ ഈ മെത്തേഡ്സ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ ട്രഡീഷണലും ഉണ്ട്, മോഡേണും ഉണ്ട്. അതിൽ ട്രഡീഷണൽ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ വരാം. പേ ബാക്ക് പീരീഡോ ARRO ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ വരാം പ്രോബ്ലം ആയിട്ട്. പിന്നെ ഇത് തിയറി ആയിട്ട് 2 മാർക്കിൻ്റെ വരും. എന്താണ് പേ ബാക്ക് പീരീഡ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ ARR എന്താണ്, അതിന്റെ പ്രോബ്ലം വരാം, അതിന്റെ തിയറിയും വരാം. അപ്പൊ ഈ ട്രഡീഷണൽ മെത്തേഡിലെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ടും അതുപോലെ തന്നെ 2 മാർക്കിന്റെ തിയറി ആയിട്ടും പ്രതീക്ഷിക്കാം. പേ ബാക്ക് പീരീഡ് എന്താണ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്താണ്, ഓക്കെ, ARRനെ പറ്റിയിട്ട്. പിന്നെ നെക്സ്റ്റ് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡിലെ NPVO പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സോ ഇതാണ് മിക്ക പേപ്പറിലും ആയിട്ട് വരുന്നത്. ARR ഉണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് SAക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് എന്താണെന്നുള്ളത് 2 മാർക്കിന് സെപ്പറേറ്റ് തിയറിയും ചോദിക്കാം. അപ്പൊ ഇതിലത്തെ കാര്യങ്ങളൊക്കെ NTV 2 മാർക്ക് ചോദ്യമാണ്. അപ്പൊ ദാറ്റ്സ് അബൌട്ട്. അപ്പോൾ ARRO പേ ബാക്കോ ഒക്കെ നമുക്ക് 5 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ടും അതിന്റെ തിയറി നോക്കണം പറഞ്ഞു ഞാൻ. പിന്നെ SAക്ക് NPV ആണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇനിയിപ്പോൾ പേ ബാക്ക് പീരീഡിന്റെ പ്രോബ്ലം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് SAക്ക് ഇടാനുള്ള സ്കോപ്പ് അടക്കം ഉണ്ട്. NPV ARR റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് എന്തെങ്കിലും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ടോപ്പിക്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളതും ചോദിക്കാം 2 മാർക്സിന്. ഇപ്പോൾ NPV എന്താണ്, ARR എന്താണ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണ്, ഇതൊക്കെ എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NTV നോക്കിയിരിക്കണം തിയറിക്ക്. ഇതാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. മെയിനായിട്ട് ഇതിലൊക്കെ പ്രോബ്ലംസ് കുറവാണ്. ഇപ്പോൾ മറ്റേ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. ഇനി ഫിനാൻസിങ് ഡിസിഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ ബേസിക് ചാപ്റ്റർ പഠിച്ചിട്ട് പിന്നെ ഇതിലോട്ട് കടക്കാൻ. ഇതിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ശരിക്കും ഇതിൽ നിന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, 2 മാർക്സിന്റെ ചോദ്യം. പിന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിന്റെ തിയറി ആയിട്ട് വരാം, 2 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ടുണ്ടായിരിക്കും, 5 മാർക്കിന്റെ പ്രോബ്ലത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ. പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, ഇതൊക്കെ 2 മാർക്കിന്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. തിയറി എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് തിയറി ഇതിലുള്ളതാണ്, നോക്കി വെച്ചോളൂ. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷനാണ് KD കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ പ്രോബ്ലം പഠിക്കുക. അത് 2 മാർക്കിൻ്റെ ഇതിൻ്റെ തിയറിയും വരാം, പ്രോബ്ലം വരാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഞാൻ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ പ്രോബ്ലം വരാം, തിയറിയും വരാം. റെഡീമുകൾ നിർബന്ധമായും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസിൻ്റെയാണ് നെക്സ്റ്റ്, അതും പഠിക്കണം. 2 മാർക്കിൻ്റെയും ചോദിക്കാം, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെയും ചോദിക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അത് നോക്കണം. അതിൽ CAPM സെപ്പറേറ്റ് എടുത്ത് നോക്കണം, ചിലപ്പോൾ അതും സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മോഡല്, അതുപോലെ തന്നെ ഈ പറയുന്ന EPSൻ്റെ കാര്യങ്ങൾ നോക്കണം. CAPM CAPM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസ് മോഡൽ. അപ്പോൾ ബീറ്റ, റിസ്ക് ഫ്രീ, RF, RM, ബീറ്റ ഒക്കെ വെച്ചിട്ട്. പിന്നെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലമാണ് 5 മാർക്കിൻ്റെ വന്ന് പ്രോബ്ലമായിട്ട്. അപ്പോൾ ഇതും നോക്കണം. അപ്പോൾ 2 and 5 മാർക്സിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, 2 മാർക്കിൻ്റെ തിയറിക്ക് ചോദിക്കും. പിന്നെ ഒരു 3 വർഷം മുമ്പ് വരെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് SAക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ബട്ട് ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് ഇത് SAക്ക് ഇടുന്നില്ല. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ SAക്ക് ഉള്ള സ്കോപ്പ് ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ ഇടുന്നില്ല. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 2 മാർക്സിന്റെ തിയറിക്ക് നോക്കി വയ്ക്കുക. ഇപ്പം SA ഇടുന്നില്ല, എന്നാലും നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂയിലും മാർക്കറ്റ് വാല്യൂയിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.
സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. പിന്നെ ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട്സ്, ഇക്വിറ്റി, ഇതിൻ്റെ തിയറി ഒക്കെ നോക്കാം. ഇക്വിറ്റി എന്താണ്, പ്രിഫറൻസ് എന്താണ്, ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട്സ്, ഡിബഞ്ചർ, ഓക്കെ, ടൈം ലോണ്, ബേസിക് തിയറിയാണ്, FDI. ഇനി നെക്സ്റ്റ് ഷോർട്ട് ടൈം സോഴ്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണെന്നുള്ള 2 മാർക്കിലേക്ക് നോക്കിയോളൂ. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്, ക്യാപിറ്റലൈസേഷൻ. ഞാൻ ക്യാപിറ്റലൈസേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അത് വരുന്നുണ്ട്. ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഫെയർ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിക് തിയറി പലപ്പോഴും വരാറുള്ളതാണ്. പിന്നെ ലിവറേജ് ആണ് ഇത് കഴിഞ്ഞാൽ നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ക്യാപിറ്റലൈസേഷൻ നിർബന്ധമായും നോക്കുക. ഓവർ, അണ്ടർ, ഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 മാർക്കിൻ്റെ കേട്ടോ. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി നിർബന്ധമായും പഠിക്കണം. നമുക്കിതിൻ്റെ തിയറി എക്സ്പെക്ട് ചെയ്യാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേക്ക് ഇട്ടിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം തിയറിയിൽ പഠിക്കണം. ഓക്കെ, തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് പിന്നെ വരുന്നത്. ഇത് കുറച്ചായിട്ട് അങ്ങനെ റിപ്പീറ്റ് അല്ല, എന്നാലും നോക്കാം. ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ MM. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നിങ്ങൾക്ക് നോക്കി വയ്ക്കാം ഓരോന്നിൻ്റെ കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത്. വല്ലാണ്ട് വരുന്നില്ല ഇപ്പോൾ. നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ലിവറേജ് ആണ്. ലിവറേജ് എന്താണ്, 2 മാർക്സിന്റെ ചോദ്യം. ദെൻ അതിൽ 3 ലിവറേജിൽ ഏതെങ്കിലും ഒരു ലിവറേജ് 2 മാർക്കിന്റെ തിയറി ആയിട്ടും വരും, പ്രോബ്ലം ആയിട്ട് 2 മാർക്സിൻ്റെയിലേക്കും വരും, 5 മാർക്കിൻ്റെയിലേക്കും വരും. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻ ലിവറേജ്. അപ്പോൾ 3 ലിവറേജ് നോക്കണം, അതിൻ്റെ തിയറി, അതിൻ്റെ പ്രോബ്ലം നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ്. പറയേണ്ട ആവശ്യമില്ല. 3 ലിവറേജിൻ്റെ തിയറിയും 3 ലിവറേജിൻ്റെ പ്രോബ്ലം നോക്കണം. എന്തായാലും ഉണ്ടായിരിക്കും 2 മാർക്സിൻ്റെയിലേക്കും 5 മാർക്സിൻ്റെയിലേക്കും. ഓക്കെ, വളരെ എളുപ്പമാണ്. ഫോമുലയിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇതാണ് ഫിനാൻസിങ് ഡിസിഷനിലെ മൊത്തം കാര്യങ്ങൾ. ഇതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും ലിവറേജിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിക് തിയറി നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഇപ്പോൾ ലാസ്റ്റ് 2-3 വർഷമായിട്ടാണ് ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് കൂടി വന്ന് അതിൽ നിന്ന് 2 മാർക്കിൻ്റെ 2-3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. എസ്സേക്ക് ഇടുന്നുണ്ട്, 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഇടുന്നുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, അതിനുശേഷം 3 മോഡൽസ് നോക്കുക. അതിലേതെങ്കിലും ഒരു മോഡൽ 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എസ്സേക്കും പ്രതീക്ഷിക്കാം. തിയറി ഇടുന്നുണ്ട്. വാട്ടേഴ്സ് മോഡലിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അതിൻ്റെ അസംഷൻസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോളൂ. അതിൻ്റെ പ്രോബ്ലം നോക്കണം കേട്ടോ. വാട്ടേഴ്സ് മോഡലിൻ്റെ വാല്യുവേഷൻ ഓഫ് വാട്ടേഴ്സ് മോഡൽ കണ്ടോ. പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം. എസ്സേക്കും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം വാട്ടേഴ്സ് മോഡൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഗോർഡൻസ് മോഡൽ. ഇതിൻ്റെ എന്തായാലും പഠിക്കുക. വാട്ടേഴ്സ്, ഗോർഡൻ, അസംഷനും പ്രോബ്ലംസും ഏതെങ്കിലും ഒരെണ്ണം ഇടുന്നുണ്ട്, കാരണം 4 എസ്സേ ഇടണ്ടേ, അതുകൊണ്ടാണ്. MM നോക്കി വയ്ക്കണം. അപ്പോൾ ഡിവിഡൻഡിലെ ഏതെങ്കിലും ഒരു മോഡൽ എസ്സേക്ക് ഇടുന്നുണ്ട്, 5 മാർക്കിൻ്റെ ഇടുന്നുണ്ട്. പിന്നെ 2 മാർക്സിൻ്റെ ഇതിൻ്റെ തിയറിയും വരുന്നുണ്ട്. MM-ൻ്റെ അപ്രോച്ച് നോക്കുക, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ വാട്ടേഴ്സ് മോഡലും ഗോർഡൻസ് മോഡലും ഏതെങ്കിലും ഒരെണ്ണം ഞാൻ 5 മാർക്കിൻ്റെയും, MM വേണമെങ്കിൽ എസ്സേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ 3 മോഡലും ഇമ്പോർട്ടൻ്റ് ആണ്. MM-ൻ്റെ നോക്കുക. ഈ 3 മോഡലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നോക്കാനുള്ളതും നോക്കി വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്യാഷ് ഡിവിഡൻഡ് എന്താണ് നോക്കണം. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്താണ്, അതുപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് റിപ്പീറ്റ് ആണ്, മിക്ക പേപ്പറിലും വരാറുണ്ട്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് നോക്കണം. ക്യാപിറ്റൽ റേഷനിങ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണ്. ക്യാപിറ്റൽ റേഷനിങ് എന്താണ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി കുറച്ച് ചോദ്യങ്ങളുണ്ട്. ബോണ്ട് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. പിന്നെ തിയറി ചോദ്യത്തിൽ വരുന്നതാണ് ഈ പറയുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി. തിയറിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പറഞ്ഞ പോലെ തന്നെ ഡിവിഡൻഡിന്റെയും ഈ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് തിയറി ആയിട്ട് ഇടുന്നുണ്ട് എസ്സേക്ക്.
കാരണം 4 എണ്ണത്തിൽ 2 പ്രോബ്ലം 2 തിയറിയും വരുമ്പോൾ തിയറിക്ക് വേണ്ടിയിട്ട് 3 ടോപ്പിക്സ് ആണ് അവർ മിക്കതും കണ്ടുവരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക് തിയറി, ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ചോദിക്കാം, ഡിവിഡൻഡിന്റെയും ചോദിക്കാം. ഓക്കെ, ഡിവിഡൻഡ് പോളിസി എന്താണ് അതൊക്കെ നോക്കാം. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി തിയറിക്ക് വേണ്ടിയിട്ടുള്ളതിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇനി ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വലിയ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? 2 മാർക്കിന്റെ ചോദ്യം. അതിലെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നിർബന്ധമായി നോക്കിയിരിക്കണം. 2 മാർക്സിന്റെ എക്സ്പെക്ട് ചെയ്യാം ചോദ്യം. ഗ്രോസ്, നെറ്റ്, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നീഡ് ഫോർ ക്രെഡിറ്റ് പോളിസി എന്താണ്? 2 മാർക്കിനിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതിനേക്കാൾ മുമ്പ്. പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റല് അതിൽ നമ്മളിനി മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന്റെ പ്രോബ്ലം ആണ്. മെഷർമെന്റ് ഓഫ് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബിസിനസ് സൈക്കിൾ എന്താണ്? 2 മാർക്കിൻ്റെ ചോദിക്കാം. കാഷ് സൈക്കിൾ ഇതാണ് നമ്മുടെ എസ്സേ ടോപ്പിക്. എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ചോദിക്കാറുണ്ട്, പഠിക്കുക. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? 2 മാർക്കിന്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ എസ്സേക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയയിലോട്ട് കിടക്കാം. അതാണ് നെക്സ്റ്റ്. പിന്നെ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തിയറി നോക്കാം. ഇടാട്ടോ 5 മാർക്കിൻ്റെയിലേക്ക്. ഇനി പിന്നെയുള്ള ടോപ്പിക്ക് ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ 2 മാർക്കിൻ്റെയിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. 2 മാർക്സിൻ്റെ നമുക്ക് ഫാക്ടറിങ് ഒക്കെ 2 മാർക്സിൻ്റെയിലാണ്. ഇനി ഇൻവെന്ററി മാനേജ്മെന്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മോട്ടീവ് ഫോർ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്ക അത് ഇതിനായിട്ട് മുമ്പ് തിയറിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ക്യാഷ് ഹോൾഡ് ചെയ്യണതിൻ്റെ മോട്ടീവ്സ്, അപ്പോൾ അത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇൻവെന്ററിയുടെ തിയറി നോക്കുക, അതുപോലെ തന്നെ ക്യാഷിൻ്റെയും തിയറി നോക്കുക. VD ABC ഇതൊക്കെ നോക്കാം കേട്ടോ. ജസ്റ്റ് ഇൻ ടൈം ക്യാഷ് മാനേജ്മെന്റ് ഇതിൽ നിന്ന് തിയറി ഇടുന്നുണ്ട്. ഹോൾഡിംഗ് ഓഫ് മോട്ടീവ്സ് ഇതാണ് ചോദ്യമായിട്ട് കണ്ടുവരുന്നത്. മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ് എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിയറിയിൽ നോക്കി വയ്ക്കണം. ഓക്കെ, മോട്ടീവ്സ് മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി, അതല്ലാത്തൊന്നും കണ്ടുവരാറില്ല. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രോസ്, നെറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന്റെ കാൽക്കുലേഷൻ, ക്യാഷ് സൈക്കിൾ എന്താണ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ട് അത് നോക്കണം. പിന്നെ ഹോൾഡിംഗ് ഓഫ് ക്യാഷ് അതിന്റെ മോട്ടീവ് എന്താണ്, ഇൻവെന്ററിയുടെയും ഹോൾഡ് ചെയ്യണതിന്റെ മോട്ടീവ് എന്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. പിന്നെ എസ്സേക്കുള്ള പ്രതീക്ഷിക്കുന്ന VD ABC ഇതൊക്കെ നോക്കി വയ്ക്കുക 2 മാർക്സിൻ്റെ. സോ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഇതൊക്കെ നോക്കി പോവുക. ഇനി ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർ മിനിമം പാസ്സാക്കാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക് തിയറി ഞാൻ പറഞ്ഞു, FM-ൻ്റെ അത് പഠിക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും പഠിക്കുക. അപ്പോൾ തന്നെ അത്യാവശ്യം മാർക്കായി. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒട്ടും കൂടിയും കവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പുഷ്പം പോലെ പാസ്സാവും. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. ബാക്കിയുള്ള ടോപ്പിക്കുകൾ കുറച്ചും കൂടി കടുകെട്ടിയ ഈ പറഞ്ഞ ഏരിയാസ് നമ്മളൊന്ന് വിചാരിച്ചാൽ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്യും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ നോക്കുക. അപ്പോൾ അത് തന്നെയായിരിക്കും മിക്ക എക്സാമിന് വരാൻ സാധ്യത. ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യണം നിങ്ങൾക്ക് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഠിച്ചു കഴിയാത്തൊരു മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ്സേ ചോദ്യങ്ങൾ, പാർട്ട് എയിലുള്ള 2 മാർക്സ്, പാർട്ട് ബിയിലുള്ള 5 മാർക്സ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്.
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.